10 വർഷം ഭരിച്ച സർക്കാരാണ്. ആ സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്, വലിയ തോതിലുണ്ട് എന്ന് സ്ഥാപിക്കാൻ കഴിയുന്നതല്ല നിലവിൽ പുറത്തു വന്ന എക്സിറ്റ് പോളിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അന്തിമ ചിത്രം ചിലപ്പോൾ മറ്റൊന്നാകാം, അത് എന്ത് തന്നെ ആയിക്കോട്ടെ. ഇപ്പോൾ നിലവിൽ നമ്മുടെ മുന്നിലുള്ള കണക്കുകളിൽ നോക്കൂ, UDF അധികാരത്തിലേക്ക് വരും എന്ന് പറയുന്ന എക്സിറ്റ് പോളുകളിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ 90 എന്നൊക്കെ പറയുന്നത് ആകെ ഒരു സർവേ മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ ഒരു ശരാശരി കണക്കിലേക്കാണ് വരുന്നത്. അപ്പോൾ 10 വർഷമായി അധികാരത്തിന് പുറത്തു നിന്നൊരു രാഷ്ട്രീയ കക്ഷിയാണ്. 10 വർഷം നിങ്ങൾ ഗ്രൗണ്ടിൽ പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 10 വർഷം നിങ്ങളെടുത്ത പണിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കേണ്ടത്. അതങ്ങനെ പ്രതിഫലിക്കുകയാണെങ്കിൽ ഇത്ര സീറ്റ് മതിയോ? ഒരു ശരാശരി 75 to 78 ആണ് ഈ എല്ലാ സർവേകളുടെയും ഒരു ആവറേജ് കണക്ക്. അത് 80 വരെ മാക്സിമം. അങ്ങനെയാണെങ്കിൽ പോലും അത് മതിയോ? 10 വർഷത്തിൽ നിങ്ങളെടുത്ത പണിയുടെ റിസൾട്ട് അത്രയും സീറ്റുകളായി ചുരുങ്ങുന്ന സാഹചര്യമാണോ ഉണ്ടാകാൻ പോകുന്നത്? ഞാൻ എക്സിറ്റ് പോളുകളുടെ ബലത്തിലല്ല ഞാൻ പറയുന്നത്. ഞങ്ങൾ എക്സിറ്റ് പോളിനപ്പുറം ഞങ്ങളുടെ പാർട്ടി സംഘടനാ സംവിധാനത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞ എല്ലാ ഘടകങ്ങളും ഇന്നും പ്രസക്തമാണെന്ന് ചിന്തിക്കുന്നവരാണ് ഞങ്ങൾ. അത് പ്രതിഫലിച്ചിട്ടുണ്ട് എന്നും ചെറിയത്. അതുകൊണ്ട് ഞങ്ങൾ എക്സിറ്റ് പോളുകളെ ഒന്നും ആശ്രയിച്ചിട്ടല്ല. ഞങ്ങൾ എക്സിറ്റ് പോളുകൾ ആധികാരികമായിട്ട് എടുക്കരുത് എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗികമായ നിലപാട്. പാർട്ടിയുടെ ദേശീയ തലത്തിൽ എടുക്കുന്ന ഔദ്യോഗിക നിലപാട് എക്സിറ്റ് പോളുകളൊന്നും അത്ര ഗൗരവത്തിൽ എടുക്കേണ്ടതാണ്. എന്തോ അതായത് ഇപ്പോഴും എക്സിറ്റ് പോളുകൾ വന്നു, ശരി, എക്സിറ്റ് പോളുകളെ മാറ്റി നിർത്തി മുൻപ് പറഞ്ഞതുപോലെ തന്നെ 100-ലധികം എന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണോ താങ്കൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഞങ്ങളുടെ പാർട്ടി സംവിധാനം ഗ്രൗണ്ടിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ 100-നടുത്തുള്ള സീറ്റുകളിൽ ഞങ്ങൾ വിജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അത് വടക്കേ കേരളത്തിൽ കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് CPM-ന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആയിരിക്കും CPM-ന് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ. CPM കേരളത്തിൽ നേരിടാൻ പോകുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയായിരിക്കും. അത് CPM എന്നൊരു പാർട്ടി ഇല്ലാതെയായി പോകുന്ന അവസ്ഥയിലേക്ക് എത്തരുതേ എന്നുള്ളതാണ് കോൺഗ്രസ് ആയിരിക്കുമ്പോഴും എൻ്റെ ആഗ്രഹം. കാരണം ഇവിടെ ഇടതുപക്ഷം CPM, ഇടതുപക്ഷമല്ല, ഇടതുപക്ഷം ഇപ്പോൾ കോൺഗ്രസ് ആണ്. CPM ഇവിടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് CPM നശിച്ചു പോകരുത് എന്ന് വിചാരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അത് CPM-നെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് CPM-ന് അണികൾ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുള്ളത്, UDF-ന് വോട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് പാഠം പഠിച്ച് CPM ഇവിടെ നിലനിൽക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ CPM-നെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന, നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചിഹ്നമാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. അതിൽ നിന്ന് തീവ്ര വലതുപക്ഷത്തിൻ്റെ വ്യതിയാനം, ഈ സർക്കാരിനെയും പാർട്ടിയെയും ഗ്രസിച്ച കുത്തകവൽക്കരണത്തിൻ്റെ, വർഗീയതയുടെ തീവ്രത വലതുപക്ഷത്തിൻ്റെ വ്യതിയാനം നിന്നും മാറി തിരിച്ച് കേരളത്തിൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് CPM തിരിച്ചു വന്നുകൊണ്ട് ആ ഇടതുപക്ഷ സ്പേസിൽ നിന്നുകൊണ്ട് CPM-ഉം കോൺഗ്രസും LDF-ഉം UDF-ഉം പരസ്പരം പോരടിക്കുന്ന ഒരു രാഷ്ട്രീയം കേരളത്തിലേക്ക് 10 വർഷത്തിന് മുൻപുണ്ടായിരുന്ന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ താങ്കൾ പറയുന്നതിൽ ഒരു വൈരുദ്ധ്യം എന്താണ്? ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിൽ മാത്രമല്ലല്ലോ തെരഞ്ഞെടുപ്പ്. 4-ാം തീയതി കേരളത്തിൽ പുറത്ത് ഉള്ള സംസ്ഥാനങ്ങളുടെ റിസൾട്ട് വരാനിരിക്കുന്നു. ഈ വന്ന എക്സിറ്റ് പോളുകളിലും അതാണ് ശ്യാംരാജ് ചൂണ്ടിക്കാട്ടിയത്. കേരളത്തിന് പുറത്ത് നിങ്ങൾ ഒരുമിച്ച് മത്സരിച്ച ഇടങ്ങളുണ്ടല്ലോ, സഖ്യം ആയി തന്നെ മത്സരിച്ച ഇന്ത്യ സഖ്യമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ താങ്കൾ പറയുന്ന തരത്തിൽ നമ്മളിപ്പോൾ ഇടതുപക്ഷമായി കാണുന്ന CPM-ഉം ഇനി അല്ല കോൺഗ്രസ് ആണ് യഥാർത്ഥ ഇടതുപക്ഷമെന്ന് താങ്കൾ പറയുന്ന തരത്തിൽ വിശാലമായ ഇടതുപക്ഷം ഒക്കെയും ഒരുമിച്ച് ചേർന്ന് നിന്നിട്ടും എന്തേ പരാജയപ്പെടുത്താൻ കഴിയാതെ പോകുന്നു BJP-യെ, NDA-യെ? വലിയ മാർജിനാണ് അവിടെ പ്രചരിക്കുന്നത് അവർക്ക്. അവിടെയും നിങ്ങൾ ഈ നിലയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് ഉണ്ടാകുന്നുണ്ടോ? അല്ല, BJP-യും തമ്മിൽ കേരളത്തിന് പുറത്ത് മറ്റുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ഒരു വലിയ സംവിധാനത്തിനെതിരായിട്ട് നടക്കുന്ന പോരാട്ടമാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് തന്നെ അവരെ പരാജയപ്പെടുത്താൻ കഴിയും. കാരണം ഡൽഹിയിൽ ഉള്ള ഒരു CPM-ന് മറ്റുള്ളിടത്ത് CPM കേരളത്തിലെ പോലെ വലതുപക്ഷ വ്യതിയാനം സംബന്ധിച്ച ഒരു CPM അല്ല. അവിടുത്തെ CPM-നോട് ഞങ്ങൾക്ക് കോൺഗ്രസ് ഇടതുപക്ഷമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ CPM-ന് കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ കഴിയുന്നത്. അത് തമിഴ്നാട്ടിൽ മാത്രമേ ഉള്ളൂ, പശ്ചിമ ബംഗാളിൽ ഇപ്രാവശ്യം സഖ്യത്തിലല്ല. അപ്പോൾ അത്തരത്തിലൊരു ഇതുണ്ട്. പിന്നെ BJP അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ സുപ്രീം കോടതിയും മുതൽ ഇങ്ങോട്ടേക്കുള്ള മുഴുവൻ സംവിധാനങ്ങളുമായിട്ടാണ് ഞങ്ങൾ പോരടിക്കുന്നത്. അത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ പോരല്ല, അത് നിരന്തരമായ പോര് തന്നെയാണ്. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, രാഹുൽ ഗാന്ധി ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലായിരുന്നു. തെരഞ്ഞെടുപ്പുകളെല്ലാം കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം പോയത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ. കാരണം ഈ രാജ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന തത്വങ്ങളെല്ലാം ഇല്ലാതെയാക്കുന്ന RSS-ന്റെയും BJP-ക്കെതിരെയുള്ള ഒരു ആശയ പോരാട്ടം നിരന്തരമായ പോരാട്ടമാണ്. അതിനകത്ത് തെരഞ്ഞെടുപ്പുകളൊക്കെ സത്യം പറഞ്ഞാൽ പലപ്പോഴും അത് ആധികാരികത ഇല്ലാത്തതാണെന്നുള്ളതും അല്ലെങ്കിൽ അത് റിഗ് ചെയ്യപ്പെടുന്നതാണെന്നുള്ളതൊക്കെ നമുക്ക് മുന്നിൽ കണക്കുകളും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ആ ചരിത്രം, ആ പോരാട്ടമായിട്ട് തന്നെ നിലനിൽക്കും.
അത് കേരളത്തിലെ ഒരു പോരാട്ടവുമായിട്ട് ബന്ധപ്പെടുത്തി കാണേണ്ടതല്ല. കേരളത്തിലെ ഉദ്യോഗസ്ഥ സംവിധാനം ഉൾപ്പെടെ എല്ലാം ഒരു BJP വിരുദ്ധ നിലപാടിൽ നിൽക്കുന്നിടത്ത് തെരഞ്ഞെടുപ്പുകളെ അത്രമാത്രമൊന്നും ഒരു അട്ടിമറിക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും സാധിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. മറ്റുള്ളിടത്ത് അങ്ങനെയല്ല. മറ്റുള്ളിടത്തുള്ള പുറത്തു വരുന്ന കഥകളൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊരു ആശയ പോരാട്ടം തന്നെയാണ്. അത് കേവലമായി തെരഞ്ഞെടുപ്പ് വിജയങ്ങളിൽ മാത്രം നിൽക്കുന്ന അല്ലെങ്കിൽ പരാജയങ്ങളിൽ നിൽക്കുന്ന ഒരു പോരാട്ടമല്ല, അതിനപ്പുറമുള്ള പോരാട്ടമാണ്. പിന്നെ ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞ പോലെ രണ്ട് വലിയ പരാജയമാണ് കോൺഗ്രസിന് സംഭവിച്ചത് എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ലോക്സഭാ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് പോലും അർഹരല്ലാത്ത അവസ്ഥയിൽ നിന്ന് 100 സീറ്റിലേക്ക് എത്തിയില്ലേ. ഇപ്പോൾ രാജ്യത്തിൻ്റെ ലോക്സഭയിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ബില്ല് പാസ്സാക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലായില്ലേ. അപ്പോൾ പരാജയമാണോ അതോ വിജയമാണോ ആ ആശയ പോരാട്ടത്തിൽ നിന്ന് ജനം മനസ്സിലാക്കിക്കോളും. അതൊരു പ്രശ്നമൊന്നുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.